ഹലോ ഗൈസ്. അങ്ങനെ 5, 6 മാസത്തെ കാത്തിരിപ്പിന് ശേഷം ഞാനെൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ഒന്നൂടെ പോവാട്ടോ. എൻ്റെ ഗ്രാജുവേഷനായിട്ട്. വീണ്ടും എൻ്റെ ഫ്രണ്ട്സിനെയും എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിനെയൊക്കെ കാണുന്ന ആ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് നല്ലോണം ഉണ്ട്. പിന്നെ ഇറ്റ് വാസ് നോട്ട് ആൻ ഈസി തിങ് ടു ഗെറ്റ് ദ സർട്ടിഫിക്കറ്റ്. കാരണം നാട്ടിലെ ക്ലാസ്സും ഈ കോമ്പറ്റീഷൻ പ്രാക്ടീസും പ്രോഗ്രാംസും യൂണിവേഴ്സിറ്റിയിലെ എക്സാമും ഇന്റേണൽസും അവിടുത്തെ പ്രോഗ്രാംസും പ്രോജക്റ്റ് വൈവ ഇന്റേൺഷിപ്പ് അങ്ങനെ അങ്ങനെ കുറെ. പിന്നെ ചെറിയ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും കുറേ അധികം ഓർമ്മകളുള്ള ഒരു സ്ഥലമാട്ടോ എനിക്ക് ബാംഗ്ലൂർ. ഈ ക്ലാസ്സും ഈ യൂണിവേഴ്സിറ്റിയിലെ കാര്യങ്ങളുമായിട്ട് ഒന്നിച്ച് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ഐ വുഡ് ലൈക്ക് ടു താങ്ക് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഹു സ്റ്റുഡ് വിത്ത് മീ. ആൻഡ് ആ സർട്ടിഫിക്കറ്റ് കൈ കിട്ടിയപ്പോഴല്ലേ എൻ്റെ ഉള്ളിൽ ആ കുഞ്ഞു ഡാൻസർ ഇല്ലേ അതങ്ങ് പൊട്ടിച്ചിരിക്കായിരുന്നു, നോയിങ് ദാറ്റ് മൈ ഡ്രീം ഇസ് നൗ എ റിയാലിറ്റി. പിന്നെ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഇതെന്താ ഈ ഓഫ് വൈറ്റ് കളറിലുള്ള സാരി എന്നൊക്കെ. നമ്മളടുത്ത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രാജുവേഷന് വരുമ്പോൾ ഓഫ് വൈറ്റ് ഷെയ്ഡ്സ് ആയിരിക്കണം ഇടേണ്ടതെന്ന്. അപ്പൊ ഞാനത് പെയർ ചെയ്തിരിക്കുന്ന ഒരു ഗ്രീൻ കളർ ബ്ലൗസ് വെച്ചിട്ടാട്ടോ. അങ്ങനെ ലാസ്റ്റത്തെ ഔട്ട്ഫിറ്റ് ചെക്കൊക്കെ ഒന്ന് ചെയ്തതിന് ശേഷം അച്ഛനെയും അമ്മേനെയും കൂട്ടി ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റിയിലേക്ക് പോവാം. അവിടെ ചെന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ ആദ്യം മീറ്റ് ചെയ്തു. അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ആൽഫസ്കോയിലോട്ട് പോയി. നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ ഫാക്കൽറ്റീസിനെക്കാട്ടോ, നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലെയും HOD-കളും നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സിനെയൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 7, 7:30 ആയപ്പോഴത്തേക്കും ഏറ്റവും ലാസ്റ്റാ MBA-ക്കാർക്കുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയത്. അതും കിട്ടി. ടാറ്റ ബൈ ബൈ പറഞ്ഞ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് അല്ല, നമ്മുടെ റൂമിലേക്ക് എത്തി. അപ്പൊ ശരി,